പ്രകാശമേ മിഴി തുറക്കുക വേഗം. ായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. സ്നാപയോഹന്നാന്റെ നാളുകൾ മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുകയും ചെയ്യുന്നു. എന്താണ് അർത്ഥം? ബലപ്രയോഗത്തിന് വിധേയമാകുക, ബലവാനം പിടിച്ചടക്കുക, അധികാരം ഉപയോഗിച്ച് വാളുപയോഗിച്ച് ദൈവരാജ്യം പിടിച്ചടക്കുകയാണോ? അല്ല. ദൈവരാജ്യം വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ്. ദൈവരാജ്യത്തിന് മൂല്യങ്ങളിൽ ജീവിക്കുമ്പോൾ എതിർപ്പുകളുണ്ടാകും, മതപീഡനങ്ങളുണ്ടാകും. അതിന് ചേർത്ത് നിൽക്കണമെങ്കിൽ ബലം ആവശ്യമാണ്. ആ ബലം വരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളായ നീതിയും കാരുണ്യവും വിശ്വസ്തതയും സ്നേഹവും എളിമയും ലാളിത്യവും ഒക്കെ ജനിച്ച് ജീവിക്കാൻ തയ്യാറാവുമ്പോൾ എതിർപ്പുകളുണ്ടാകും. ആ എതിർപ്പുകളിൽ ചെറുത്തു നിൽക്കാനായിട്ട് സാധിക്കണം. അതിന് ബലം ആവശ്യമാണ്. പങ്കുവയ്ക്കുന്ന സ്നേഹത്തിലൂടെ, ക്ഷമിക്കുന്ന സ്നേഹത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളിൽ ജീവിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ മറ്റ് മൂല്യങ്ങളുണ്ട്. സമ്പത്ത്, സൽകീർത്തി, സ്ഥാനമാനങ്ങൾ, ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകുമ്പോൾ അത് ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളല്ല എന്ന് ഓർക്കുക. ഇപ്പോൾ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളനുസരിച്ച് ജീവിക്കുമ്പോൾ എതിർപ്പുണ്ടാകും. ലോകത്തിൻ്റെതായ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ. അപ്പോൾ നമ്മൾ എതിർപ്പുകളുണ്ടായാൽ ഭയപ്പെടേണ്ട. നമ്മൾ ദൈവരാജ്യത്തിൻ്റെ മൂല്യം അനുസരിച്ചാണ് ജീവിക്കുന്നത് എന്ന ബോധ്യമുണ്ടാകട്ടെ. അതേസമയം നമ്മളെല്ലാവരും അംഗീകരിക്കുകയും പ്രശംസിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നെങ്കിൽ ഓർക്കണം, ചോദിക്കണം, ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളാണോ നമ്മൾ ജീവിക്കുന്നത്? ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളനുസരിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന എതിർപ്പുകളെയും ക്ലേശങ്ങളെയും സ്വീകരിക്കാനും സഹിക്കാനും അത് ദൈവരാജ്യത്തിൻ്റെ മൂല്യമാണെന്ന്, മുന്നാസ്വാദനമാണെന്ന് മനസ്സിലാക്കി ജീവിക്കാനുള്ള കൃപ തമ്പുരാൻ പ്രദാനം ചെയ്യട്ടെ. നിൻ വഴിയേ നടക്ക